Hello guys, welcome back to our channel. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണല്ലേ നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് എന്താ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര അധികം ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ എന്താ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറം മൂടി ഭംഗിയാക്കി പോകും. പക്ഷെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്കിൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂവും ഒപ്പം അതിൻ്റെ ആപ്ലിക്കേഷനും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ലോട്ടസ് ഹെർബൽസിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് സിൽക്ക് ടച്ച് മാറ്റിഫൈ UV ക്രീമാണ്. ഇത് സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ എന്തായാലും പുറത്ത് പോകും മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീനാണിത്. അപ്പോൾ ഇത് ലോട്ടസ് ഹെർബൽസിൻ്റെ ആണ് ഇത് ബ്രാൻഡ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് SPF 50 ആണ്. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 50 ആണ് ഇതിന് വന്നിട്ടുള്ളത്. PA+++ UVA പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്പ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് മാറ്റിഫൈങ് ഗ്ലോ, അതുപോലെ തന്നെ ആൻറ്റി പൊല്യൂഷൻ, പ്രിസർവേറ്റീവ് ഫ്രീ. അപ്പോൾ ഇത് എന്താ ആൻറ്റി പൊല്യൂഷൻ ആണ് കേട്ടോ. പിന്നെ ഇത് UV ക്രീമാണ്. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണിത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ സണ്ണിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ നമ്മുടെ സ്കിന്നിൽ പതിയുമ്പോൾ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ കരിവാളിച്ച് പോകാനും അതുപോലെ തന്നെ സ്കിൻ ഡാമേജ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുൻപ് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഒരു ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ഇത് സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നെക്കിൽ കരിവാളിപ്പ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കിലും ഇപ്പോൾ നമ്മൾ ഹൈ ബണ്ണൊക്കെയാണ് കെട്ടുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കെട്ടിവെക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ് ഹെയർ കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പിൻകഴുത്ത് പെട്ടെന്ന് സൺലൈറ്റ് അടിച്ചിട്ട് ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിൻകഴുത്തിലും കൂടി പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു തിക്ക് ലെയർ എന്തായാലും അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മളിത് ഓരോ 2 മണിക്കൂർ കൂടുന്തോറും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരും. നമ്മൾ വീണ്ടും 2 മണിക്കൂർ കൂടുമ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞോട്ട് SPF 50 ആണ്. അപ്പോൾ 50 ഉള്ളതുകൊണ്ട് നമുക്കിത് കൂടുതൽ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ SPF കൂടുതലുള്ളത് സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കാം കേട്ടോ. SPF കുറഞ്ഞത് നമ്മൾ തിരഞ്ഞെടുക്കരുത്, കൂടുതലുള്ളത് എപ്പോഴും സെലക്ട് ചെയ്യാം.
അപ്പോൾ അതാണ് ഈ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നോൺ ഗ്രീസി ആണ്, ഒട്ടും ഗ്രീസി അല്ല. പിന്നെ ഇതൊരു സ്മൂത്ത് ഫിനിഷിങ് സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് ലൈറ്റായിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ്സും തോന്നുന്നുണ്ട്. ലൈറ്റായിട്ടാണ്, ഭയങ്കര ബ്രൈറ്റ്നെസ് അല്ല, ലൈറ്റായിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ഗ്രീൻ ടീയുടെ സ്മെല്ലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 575 രൂപയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു സൺസ്ക്രീനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ സമ്മർ സീസണിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആവാനും അതുപോലെ തന്നെ കരിവാളിപ്പ് വരാനൊക്കെ 100% സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കും, മെസ്സേജ് ചോദിക്കും. നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.